ഇന്ന് രാത്രി 8 മണിയോടുകൂടി കാഞ്ഞങ്ങാട് സൗത്തിൽ ശക്തമായ മഴക്കൊപ്പമുണ്ടായ കാറ്റിലാണ് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മേൽക്കൂര ആകമാനം തകർന്നു വീണത്. ആസ്പെറ്റോസ് ഷീറ്റുകൾ പല ഭാഗങ്ങളിലേക്ക് പാറിപ്പോയി. അത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും രാത്രി സമയത്തായതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകരും. ഈ ദുരന്ത വിവരം അറിഞ്ഞ് ഇവിടെ നഗരസഭാ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നിവരടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടേറെ പേർ ഇവിടെ സ്കൂളിൽ ഈ ഒരു സംഭവം നടന്നതറിഞ്ഞ് എത്തിച്ചേർന്നു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. എത്ര മണിക്കായിരുന്നു ഈ സംഭവം? രാത്രി 8 മണിയോട് കൂടിയാണ് നമ്മൾ വിവരങ്ങൾ അറിഞ്ഞത്. ഞാൻ ഏകദേശം 8:30 തന്നെ സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ പരമാവധി ഏകദേശം 8ഓളം റൂമുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതൊരു താൽക്കാലിക കെട്ടിടമായിരുന്നു. ഒരു 6-8 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ക്ലാസ് റൂമിൻ്റെ ഒരു സംവിധാനം ഇല്ലാത്തപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി അധികാരികൾ താൽക്കാലിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നൽകിയ ബിൽഡിംഗ് ആയിരുന്നു. ഈ വർഷം ആ ഒരു ബിൽഡിംഗ് നമുക്ക് ക്ലാസ് റൂം സംവിധാനത്തിന് ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ VHSCയുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് 2 കോഴ്സുകളുണ്ട്. ഏകദേശം 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ കുട്ടികൾക്കുള്ള പരിശീലനം. അത് ഒന്ന് ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് GST അസിസ്റ്റൻസ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത 2 റൂമുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേറ്റർക്ക് ഒരു റൂം. ഈ 3 റൂമുകളാണ് ഇപ്പോൾ അതിൻ്റെ റൂഫെല്ലാം നശിച്ചിട്ട് നാമാവശേഷമായത്. എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ? കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഒരു റൂമിൽ. അതുപോലെ തന്നെ GST അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട റൂമിൽ കുറച്ച് കമ്പ്യൂട്ടറും മേശകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിപ്പം മഴ നനഞ്ഞ് നശിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ദിവസവും ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട്? അത് തുടങ്ങിയിട്ടില്ല. അത് ഇക്കൊല്ലത്തെ പിന്നെ അധ്യയന വർഷം ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് VHSലൊക്കെ. അതിനുശേഷമാണ് നമ്മൾ ആ സംവിധാനം തുടങ്ങുക. എത്ര ലക്ഷം? ഏകദേശം 5 ലക്ഷത്തിൻ്റെ അല്ല, എത്ര ലക്ഷത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും നമ്മുടെ? 7 ലക്ഷത്തോളം രൂപയുടെ സാധനം. ഇപ്പോൾ VHSയുടെ പ്രിൻസിപ്പളാണ്. ക്ലാസ് മുറി പ്രവർത്തിക്കുന്നു? ക്ലാസ് റൂം ഇപ്പം പ്രവർത്തിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിലധികം ക്ലാസ് റൂമുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കിഫ്ബിയുടെ ഈ 3 കോടിയുടെ ബിൽഡിംഗ് ആയതിനു ശേഷം ആ ഒരു ബിൽഡിങ്ങിൻ്റെ എന്തായാലും 10-20 ലക്ഷം രൂപയുടെ ജിം ഉപകരണങ്ങൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാമഗ്രികൾ സൂക്ഷിച്ച മുറിയാണ് ആ ഒരു ഭാഗം. ആ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായും അതിൻ്റെ മേൽക്കൂര തകർന്നിരിക്കുന്നത്. വലിയൊരു നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. എന്തായാലും രാത്രി കാലത്ത് ആയതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായതിൻ്റെ സമാധാനത്തിലാണ് നാട്ടുകാരും PTA അധ്യാപകരും. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാഞ്ഞങ്ങാട് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.